ക്ലബ് ഓഫ് ട്രിവാൻഡ്രം പ്രസിഡൻസിന്റെ പേരിൽ എല്ലാവരെയും ഈ പത്രസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രോജക്റ്റ് ഡീറ്റെയിൽസ് ഡോക്ടർ മണികണ്ഠൻ നായർ പുള്ളി ആണ്, ഇവിടെ PAG ആണ്. ഈ പ്രോജക്റ്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് ശ്രീ മണികണ്ഠൻ നായരാണ്. അദ്ദേഹം വിശദീകരിക്കും. Good morning all. Rotary International District 3211 കേരളത്തിലെ തെക്കൻ ജില്ലകളായ 5 ജില്ലകൾ ചേർന്നതാണ് റോട്ടറി ഡിസ്ട്രിക്ട് 3211. 165 ക്ലബ്ബുകൾ, റോട്ടറി ക്ലബ്ബുകൾ ചേരുന്നതാണ് ഡിസ്ട്രിക്ട് 3211. അതിൽ തിരുവനന്തപുരം ജില്ലയിൽ പ്രതികരിക്കുന്ന 68 മെമ്പേഴ്സുള്ള ഒരു ക്ലബ്ബാണ് റോട്ടറി ക്ലബ് ഓഫ് ട്രിവാൻഡ്രം റെസിഡൻസി. കാലാകാലങ്ങളായി റോട്ടറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സാമൂഹിക സേവന രംഗത്ത് വളരെ വിലപ്പെട്ട സേവനം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ് റോട്ടറി. ഈ വർഷത്തെ ഞങ്ങളുടെ പ്രോജക്റ്റായ ഓപ്പോൾ സ്ത്രീകളുടെ ഉന്നമനത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് ജീവിതത്തിന് സഹായം നൽകുന്ന തരത്തിലുള്ള പ്രോജക്റ്റുകളാണ് ഈ വർഷം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി സുരക്ഷിത എന്ന പേരിൽ ഒരു ഓട്ടോ പ്രോജക്റ്റ്, നിർധനരായിട്ടുള്ള ജീവിതമാർഗം തടസ്സപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിൽ വരുമാനം കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയിലെ 50 പാവപ്പെട്ട സ്ത്രീകളെ സെലക്ട് ചെയ്ത് അവർക്ക് ഒരു ഉപജീവന മാർഗം എന്നുള്ളതിൽ 50 CNG ഓട്ടോകൾ കൊടുക്കാൻ ഞങ്ങൾ ഈ വർഷം തീരുമാനിക്കുകയും 20-ാം തീയതി വരുന്ന ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കോട്ടങ്കൽ സ്കൂളിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി, അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ടീന ആന്റണിയും ചേർന്ന് നിർവഹിക്കുകയാണ്. ഈ പ്രോജക്റ്റ് തീർത്തും സൗജന്യമായിട്ടല്ല ഞങ്ങൾ നൽകുന്നത്. നിങ്ങൾക്കറിയാം, ഒരു CNG ഓട്ടോയുടെ വില പുറത്തിറങ്ങുമ്പോൾ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 3 ലക്ഷം രൂപയാണ് അതിന്റെ വില വരുന്നത്. അതിൽ ഡൗൺ പേയ്മെന്റ് കൂടാതെ, അതായത് 70,000 രൂപയോളം ഞങ്ങളുടെ പോക്കറ്റിൽ, ഞങ്ങളുടെ റൊട്ടേറിയൻസ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങളുടെ മെമ്പേഴ്സിന്റെ പോക്കറ്റിൽ നിന്നും കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടും ബാക്കി 2,17,000 രൂപ അവരുടെ പേരിൽ SBIന്ന് ലോൺ ഞങ്ങൾ തന്നെ റെഡിയാക്കി കൊടുത്തുകൊണ്ടും അവരുടെ കയ്യിൽ നിന്നും ഇനിഷ്യലായിട്ട് ഒരു പൈസയും ചെലവാകാതെ ആ ദിവസം മുതൽ തന്നെ അവർക്ക് ഓട്ടോറിക്ഷ റോഡിൽ ഓടിക്കത്തക്ക രീതിയിലുള്ള തരത്തിലാണ് ഞങ്ങൾ ഈ ഓട്ടോ കൊടുക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കാം, എന്തുകൊണ്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല? മുൻകാലങ്ങളിൽ ഞങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകളിൽ പലപ്പോഴും ഫ്രീ ആയിട്ട് 100% ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അത് ഒരു നല്ലൊരു ശതമാനം ആൾക്കാരും അത് ഉപയോഗിക്കാതെയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും മറിച്ച് വിൽക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള സാഹചര്യം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈവൻ വീട് വെച്ച് കൊടുക്കുന്നതിൽ പോലും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. 2-3 വർഷം കഴിയുമ്പോൾ മറിച്ച് വിട്ടിട്ട് വീണ്ടും വീടില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്കും കൂടി ഒരു ഉത്തരവാദിത്വം വരണം എന്നുള്ള നിലയിലാണ്. അല്ലെങ്കിൽ ഈ പൈസ കൊണ്ട് ഞങ്ങൾക്ക് ഒരു 10, 15, 20 പേർക്ക് കൊടുക്കാമായിരുന്നു. പക്ഷെ അതല്ല, അവർക്കും കൂടി അതിനകത്ത് ഒരു അവരുടെയും കൂടി ഉത്തരവാദിത്വത്തോടു കൂടി ഇത് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു സിറ്റിയിൽ ഞങ്ങളൊരു ജനറലായിട്ടൊരു സർവേ എടുത്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഒരു ദിവസം മാന്യമായിട്ട് അധ്വാനിക്കുന്ന ഒരാൾക്ക് ഒരു 1,500 രൂപ മുതൽ 2,000 രൂപ വരെ സമ്പാദിക്കാൻ കഴിയുന്നു എന്നാണ് മനസ്സിലാക്കിയത്. സ്ത്രീകൾ എന്നുള്ള നിലയിൽ അത്രയും പോയില്ലെങ്കിൽ പോലും ഒരു 1,000 രൂപ ദിവസം സമ്പാദിക്കാൻ സാധിച്ചാൽ, CNG ഓട്ടോയാണ്, ഒരു 200 രൂപ അവർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ 4,800 രൂപയാണ് അവരുടെ 5 വർഷത്തേക്ക് വരുന്ന, അതിനകത്ത് EMI എന്ന് പറയുന്നത് കൊടുക്കണം. 200 രൂപ മാറ്റി വെച്ചാൽ വീണ്ടും അവർക്ക് സുഖമായി അധ്വാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇവർക്ക് ഓട്ടോ കൊടുത്ത് ലോൺ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ ഫ്രീ ആയിട്ട് ഞങ്ങൾ
മീൻസ് അവരെ പിന്നെ കോണ്ടാക്ട് ഇല്ലാതെ വിടുകയല്ല. ഞങ്ങൾ അടുത്ത 5 വർഷത്തേക്കും ഞങ്ങൾ വരുന്ന ഓരോ വർഷവും പുതിയ പുതിയ പ്രസിഡന്റുമാരും ഭാരവാഹികളുമാണ് വരുന്നത്. അവരെല്ലാം തന്നെ ഇവരെ 5 വർഷവും മോണിറ്റർ ചെയ്യും. അവർക്ക് വേണ്ട എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോ ഇതൊരു ഞങ്ങൾ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണെന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷെ എന്നാലും 50 കുടുംബങ്ങൾ അതുകൊണ്ട് ഒരു ജീവിതം മെച്ചപ്പെടാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ വർഷത്തെ പ്രോജക്റ്റ് ഞങ്ങൾക്ക് വളരെയധികം സക്സസ് ആവും. അതിന് മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. കാരണം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിയാൽ മാത്രമേ പുതിയ പുതിയ ആൾക്കാരും ഇതുപോലെ രംഗത്തേക്ക് വരികയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കിത് നല്ല ഒരു കവറേജ് നിങ്ങളെല്ലാവരും തരണം. ഞങ്ങൾക്കും അത് വീണ്ടും ഇതുപോലെയുള്ള പ്രോജക്റ്റുകൾ ചെയ്യാനായിട്ട് പ്രചോദനമാകും. ഞങ്ങളുടെ ഈ വർഷം എന്ന് പറയുന്നത് ഈ ജൂൺ 30-ാം തീയതി റോട്ടറി ഇയർ എന്ന് പറയുന്നത് ജൂലൈ 1 മുതൽ ജൂൺ 30 വരെയാണ് റോട്ടറി വർഷം. ആ ജൂൺ 30 ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഈ വർഷം റോട്ടറി വർഷം തീരുന്നു. അടുത്ത വർഷം ഞങ്ങൾ പുതിയ പ്രോജക്റ്റുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അടുത്ത വർഷത്തെ പ്രോജക്റ്റ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ അത് വെന്റിലേറ്റേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഡയാലിസിസ് യൂണിറ്റുകൾ അതുമായി ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ അടുത്ത വർഷം ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പും ഞങ്ങൾ ശാസ്തമംഗലം പിന്നെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ കഴക്കൂട്ടത്തുള്ള മിഷൻ ഹോസ്പിറ്റലിലും പിന്നെ നമ്മുടെ വർക്കലയിലുള്ള ഹോസ്പിറ്റലിലൊക്കെ തന്നെ ഞങ്ങളുടെ ഡയാലിസിസ് യൂണിറ്റുകളാണ്, റോട്ടറി സംഭാവന ചെയ്തിട്ടുള്ള ഡയാലിസിസ് യൂണിറ്റുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ മാമോഗ്രാം മെഷീൻ ഞങ്ങളാണ്. റോട്ടറി ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ കോവിഡ് സമയത്ത് ഞങ്ങൾ 5 ജില്ലയിലും വെന്റിലേറ്റേഴ്സ് ഞങ്ങൾ കൊടുക്കുകയുണ്ടായി. സ്കൂളുകളിലെ കുടിവെള്ളം പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള RO പ്ലാന്റുകൾ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഓരോ വർഷവും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം തന്നെ 2 രീതിയിലാണ് ഞങ്ങളുടെ പ്രോജക്റ്റുകളെല്ലാം ചെയ്യുന്നത്. ഒന്ന്, ഇതുപോലെ വരുന്ന പ്രോജക്റ്റുകൾ ക്ലബ്ബുകൾ, ചെറിയ ചെറിയ ക്ലബ്ബുകളുടെ മെമ്പർമാരുടെ പിന്നെ സാധാരണക്കാരായ മെമ്പേഴ്സാണ്. ഇനി ഇരിക്കുന്നതെല്ലാം തന്നെ ചേട്ടൻ ഇപ്പം ഗവൺമെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. ഇദ്ദേഹം ഒരു NRI ആണ്. ഞാനൊരു ഫൈനാൻഷ്യൽ അഡ്വൈസറാണ്. ഇദ്ദേഹം കിംസിലെ മാനേജറാണ്. അപ്പൊ അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇത് മെമ്പേഴ്സ്. അവരുടെ പോക്കറ്റിൽ നിന്ന്, അവരുടെ വരുമാനത്തിൽ നിന്ന് ഒരു തുക മാറ്റി വെച്ചുകൊണ്ട് ചെയ്യുന്ന പ്രോജക്റ്റുകളാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് ഞാൻ ചെയ്യാൻ പറ്റും, വലിയ ഒരു കമ്മ്യൂണിറ്റിക്ക് മൊത്തമായിട്ട് ഒരു പ്രോജക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റോട്ടറി ഇന്റർനാഷണലിൽ ഞങ്ങളുടെ ഫണ്ടുണ്ട്. ആ ഫണ്ട് പക്ഷെ അതൊരു പിന്നെ വലിയ പ്രോജക്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളത് കുറച്ച് സമയമെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റുകളുണ്ട്. ഡിജിറ്റൽ മാമോഗ്രാമും അതുപോലെ തന്നെ ഞങ്ങളുടെ പിന്നെ മൂവിംഗ് ബ്ലഡ് ബാങ്ക് ഞങ്ങൾ ലാസ്റ്റ് ഒരു വണ്ടി ഇറക്കി. അതൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ ഇന്റർനാഷണൽ പാർട്ട്നേഴ്സിന്റെ സഹായത്തോടു കൂടി ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഈ പ്രോജക്റ്റിനെ കുറിച്ച് ഒരു ബ്രീഫായിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം.